മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും വരുന്ന അസുഖമാണ്. അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു കണ്ടീഷനാണ് ലിഗമെന്റ് വലിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ലിഗമെന്റ് വലിയുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയായിരിക്കാം? അപ്പൊ ഈ ലിഗമെന്റ് വലിയാനായിട്ട് ഈ ആരോഗ്യം അങ്ങനെ ഒരു ഘടകം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതേക്കുറിച്ചൊന്ന്. നമ്മുടെ ലിഗമെന്റ്സ് വലിയ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ടെൻഡൻസ് ലിഗമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മസിൽസിനെ എല്ലിനോട്ട് ബന്ധിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെ ഉള്ള നാരുകളെയാണ് നമ്മൾ ഈ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് വലിവ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി അല്ലാണ്ട് നമ്മൾ ഒന്ന് മാറി ചെയ്യുന്ന എന്തെങ്കിലും, അതും നമ്മൾ വാക്കല്ലാത്ത രീതിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുന്നു, നമ്മൾ മര്യാദയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ധൃതിയിൽ ഓടി ഒന്ന് കയറുവാണെങ്കിൽ കാലിന് അത് പരിചയം ഉണ്ടാവില്ല, അത് അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിക്ക് കാല് വലിയുമ്പോൾ ഈ പിടിച്ചു കെട്ടിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരുപോലെ തന്നെ വലിഞ്ഞെന്ന് വരത്തില്ല, അതിൽ വ്യത്യാസം ഉണ്ടാവും. ആ സമയത്ത് ഒരു സ്പ്രെയിൻ ഉണ്ടാവാം, അപ്പോൾ ആ സമയത്ത് ഒരു വലിവുണ്ടാവാം. അതുപോലെ നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കയറ്റം ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടുന്നു, പ്രത്യേകിച്ച് സെഡമെന്ററി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ലിഗമെന്റ്സിനോ അല്ലെങ്കിൽ ടെൻഡൻസിനോ ഒക്കെ വലിവ് വരാൻ സാധ്യത ഉണ്ടാവും. അവർക്ക് മാത്രമല്ല, വളരെ ആക്റ്റീവായിട്ടുള്ള സ്പോർട്സ്മെൻ അവർക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഓവർ യൂസ് കാരണവും പിന്നെ പ്രോപ്പറായിട്ട് ഓരോ ജോയിൻസും ഫങ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ റിസ്റ്റ് ആണെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, നമ്മുടെ കാലിനാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള മൂവ്മെന്റ് അല്ലാണ്ട് ഇതിന് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ഒക്കെ ഉള്ള മൂവ്മെന്റ്സ് എക്സ്ട്രാ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെടേണ്ടി വരുവാണെങ്കിലോ അതിനെ കെട്ടിയേക്കുന്ന ലിഗമെന്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസിൽ വലിവുണ്ടാവും. ഈ പറയുന്ന കണ്ടീഷൻസിലെല്ലാം നമുക്ക് ലിഗമെന്റ്സിനോ അല്ലെങ്കിൽ ടെൻഡൻസിനോ വലിവുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് നമുക്ക് ട്രീറ്റബിളുമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കണ്ടീഷൻസ് നമ്മൾ മൂവ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറയും, ചില കണ്ടീഷൻസ് നമ്മൾ കെട്ടി, അതായത് ബാൻഡേജ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മൂവ്മെന്റ് റിഡക്ഷൻ ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ആയുർവേദത്തിൽ നമുക്ക് ഈ മർമ്മ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട്. മർമ്മ ചികിത്സ എന്ന് നമ്മൾ പറയും, നമ്മൾ ട്രിഗർ പോയിന്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ള പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ വരുന്ന സ്പ്രെയിൻസിനോ അല്ലെങ്കിൽ വലിവിനൊക്കെ കുറച്ചുകൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മളൊരു 10 ദിവസം കെട്ടി വെക്കുന്നതിന് പകരം ചിലപ്പോൾ 1-2 സെഷൻസ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിഗർ പോയിന്റ് റിലീസിങ്ങോ അല്ലെങ്കിൽ മർമ്മ തെറാപ്പിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ അതിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റ് റിലീഫാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇന്റേണലി മെഡിസിൻസ് കൊടുക്കും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. കാരണം എന്തായിരുന്നാലും വലിവ് വരുന്ന സമയത്ത് അവിടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും, അതിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസും ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ടാവും.